പ്രധാനപ്പെട്ട ഭാഗം. അതാണ് 14 ലക്ഷം രൂപയുടെ പ്രധാനപ്പെട്ട മിഷൻ. അത് ഈ പറഞ്ഞതുപോലെ അത് ഇപ്പോൾ തൽക്കാലം അത് ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് ഔട്ട്ഡേറ്റഡ് ആണെന്നല്ല, അത് അതിനെപ്പറ്റി പരിചയമുള്ള ഡോക്ടർമാരും ഇപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിലില്ല. അത് വെച്ച് ആദ്യം ചെയ്ത കേസ് തന്നെ അത് വളരെ കോംപ്ലിക്കേഷനായ പേഷ്യൻ്റ്, ഏതാണ്ട് മരണത്തിനടുത്തെത്തിയ ഒരു പേഷ്യൻ്റാണ്. അപ്പോൾ അത് അന്ന് ഇത് ഞാൻ ഇരിക്കുന്നതിന് മുമ്പേ, ഞാൻ ചാർജ് എടുക്കുന്നതിന് മുമ്പേ പഴയ ഡോക്ടറാണ് അത് വരുത്തിച്ചത്. അപ്പോൾ അദ്ദേഹത്തിന് അതിന് പരിചയമുണ്ടെന്നുള്ള ഇതിലാണ് അത് വരുത്തിച്ചത്. എന്നിട്ട് അത് അദ്ദേഹം ബാംഗ്ലൂരിൽ നിന്നുള്ള അതിൻ്റെ ഒരു വിദഗ്ധനായിട്ട് ചേർന്ന് ഇവിടെ ഒരു പേഷ്യൻറ്റിനെ ഓപ്പറേഷൻ ചെയ്തു. ആ ഓപ്പറേഷൻ ചെയ്ത് അത് വളരെ ശരിയായ ഭയങ്കരമായ കോംപ്ലിക്കേഷനിലെത്തി. അത് രാവിലെ 8 മണിക്ക് തുടങ്ങി ഓപ്പറേഷൻ തീർന്നത് വൈകുന്നേരം 8 മണിക്ക് എന്തോ ആണ്. അത് ആദ്യം ചെയ്തു, പിന്നെ അത് രണ്ടാമത് ഓപ്പറേഷൻ രണ്ടാമത് തുറന്നു, മൂന്നാമത് തുറന്നു. അങ്ങനെ പിന്നെ പേഷ്യൻ്റ് അവരുടെ ഭാഗത്തു നിന്ന് പരാതികളൊക്കെ വരികയും ചെയ്തിരുന്നതാണ്. പിന്നെ എന്തോ ഒരു ഭാഗ്യത്തിന് ആ രോഗി രക്ഷപ്പെട്ടു പോയതാണ്. അപ്പോൾ പിന്നെ അതുകൊണ്ട് തന്നെ പിന്നീട് നമുക്ക് ആ ഉപകരണം വെച്ച് ചെയ്യാനുള്ള ക്വാളിഫിക്കേഷനോ അതിൻ്റേതായിട്ടുള്ള പരിചയം ഇല്ലാത്തത് കൊണ്ട് അത് ഉപയോഗിക്കാറില്ല. അത് ചെയ്യുന്ന പറഞ്ഞാൽ ഈ പ്രോസ്റ്റേറ്റ് എന്ന് പറഞ്ഞ രോഗത്തിനുള്ളത്, അത് നമുക്ക് സാധാരണ ദിവസവും ചെയ്യുന്ന അരമണിക്കൂർ ചെയ്യുന്ന TURP എന്ന് പറഞ്ഞ ഓപ്പറേഷൻ ചെയ്യുന്ന ആ ടെക്നിക്കാണ്. അതിന് വേണ്ടിയിട്ടാണ് ലേസർ ഉപയോഗിച്ച് ചെയ്യുന്ന ഈ പുതിയ ടെക്നോളജി. അതിന് ശരിക്കും പറഞ്ഞാൽ അതിന് ചെയ്യാനുള്ള ആവശ്യവും ഇല്ല, നമുക്കത് ചെയ്യാനുള്ള സമയവും കിട്ടത്തില്ല. അത് തീരാൻ തന്നെ സമയം ഒരുപാട് എടുക്കും. പിന്നെ നമുക്ക് പരിചയമില്ലാത്തത് വെറുതെ ചെയ്ത രോഗിക്ക് കോംപ്ലിക്കേഷൻ ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അത് മാറ്റി വെച്ചിരിക്കുകയാണ്. കാണാതായതല്ല, അത് മാറ്റി വെച്ചിരിക്കുകയാണ്. അത് അന്വേഷണ കമ്മീഷൻ അന്ന് നമ്മൾ പറഞ്ഞിരുന്നത് അത് മാറ്റി വെച്ചിരിക്കുകയാണ്, അത് ഉപയോഗിക്കുന്നില്ല, നമുക്ക് പരിചയമുള്ളതല്ല. ഞങ്ങൾക്ക് 6 ഡോക്ടർമാരുണ്ട്. 6 ഡോക്ടർമാർക്ക് ആർക്കും ഇത് വെച്ച് ഓപ്പറേഷൻ ചെയ്തുള്ള പരിചയമില്ല. അങ്ങനെ പരിചയമില്ലാത്തൊരു ഉപകരണം വെച്ച് ഓപ്പറേഷൻ ചെയ്ത് രോഗികൾക്ക് എന്തിനാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? നമ്മളെ പ്രോസ്റ്റേറ്റിനുള്ള ഓപ്പറേഷൻ ഡെയിലി 2-3 വെച്ച് നമ്മളല്ലാതെ തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഓപ്പറേഷൻ ചെയ്ത് വെറുതെ പരിചയമില്ലാത്തൊരു ഉപകരണം വെച്ച് നമ്മൾ ചെയ്ത് അത് പ്രശ്നങ്ങളാക്കണ്ട. പിന്നെ ഉപകരണം മാറ്റി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് നമുക്ക് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ്റെ അംഗീകാരത്തിനൊക്കെ ഇങ്ങനെയുള്ള ഉപകരണങ്ങളൊക്കെ വേണം. എന്തോ അത് അവിടെ തന്നെ ഇരിക്കുകയാണ്, ഓപ്പറേഷൻ തിയേറ്ററിലുണ്ട്. അത് പരിചയമില്ലാത്തതുകൊണ്ടാണ് അത് വെച്ച് ഉപയോഗിക്കുക. അത് മാത്രമാണ് നമുക്ക് ഉപയോഗത്തിൽ ഇല്ലാത്ത ഒരു സാധനം. അത് ഉപയോഗിക്കുന്നില്ല, അത് മാറ്റി വെച്ചിരിക്കുകയാണ്. അതിനെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഏതെങ്കിലും ഡോക്ടർമാർ അതിന് പോയി, വേറെ ഏതെങ്കിലും സെൻറ്ററിൽ പോയി അത് ചെയ്ത് കുറച്ച് 1 മാസമെങ്കിലും ട്രെയിനിങ് എടുത്തിട്ട് വന്ന് നമുക്കത് ചെയ്തു തുടങ്ങാമെന്നാണ് ഞാൻ കൂടുതലുള്ള ഡോക്ടർമാരോട് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അങ്ങനെ ഒരു മാസത്തേക്ക് ഒരു ഡോക്ടറെ പറഞ്ഞു വിടാനുള്ള ഇപ്പോഴത്തെ നമുക്ക് മാൻ പവർ ഇല്ല. അതെ ഉപകരണം ഉണ്ടോന്നല്ല, ഇത് ഉപകരണത്തിന്റെ ഫോട്ടോ പല പ്രാവശ്യം ഇത് MP ഫണ്ടിൽ നിന്ന് വാങ്ങിച്ചതുകൊണ്ട് പല പ്രാവശ്യം ഈ ഫോട്ടോ എടുത്ത് അയക്കേണ്ടി വന്നിട്ടുണ്ട്. കളക്ടറേറ്റിലേക്ക് പല പ്രാവശ്യം അയച്ചിട്ടുണ്ട്. കളക്ടറേറ്റിൽ തന്നെ ഉദ്യോഗസ്ഥർ വന്ന് അതിന്റെ ഫോട്ടോ എടുത്തുകൊണ്ട് പോവുകയും ചെയ്തതാണ്. അസ്വാഭാവികമായിട്ടൊന്നും കേടായിട്ടൊന്നുമില്ല. സ്വാഭാവികമായിട്ട് ഉപകരണങ്ങൾ കേടാവും. ഉപകരണങ്ങൾ അടിക്കടി കേടാവുന്നതാണ്. അത് നമ്മൾ ഉപയോഗിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഡോക്ടർമാരുണ്ട്. ഞങ്ങൾ 6 ഡോക്ടർമാരുണ്ട്, കൂടാതെ 18 റെസിഡൻറ്റ് ഡോക്ടർമാരുണ്ട്. അവർക്കെല്ലാം ട്രെയിനിങ് ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഡ്രൈവിംഗ് സ്കൂളിലെ വണ്ടി പോലെയാണ്, അത് എല്ലാവരും ഉപയോഗിക്കുന്നതാണ്. ഫസ്റ്റ് ഇയർ റെസിഡൻറ്റ് മുതലേ നമ്മളത് ഉപയോഗിക്കാനുള്ള പരിശീലനം കൊടുക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് അത് ഉപയോഗിക്കുമ്പോൾ അതിനകത്ത് കേടുപാടുകൾ വരും. നമ്മളിപ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഒരു സിംഗിൾ ഡോക്ടർ ഉപയോഗിക്കുന്ന അത്രയും ഒരു ലൈഫ് ഒരിക്കലും നമുക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ, ഒരു ടീച്ചിങ് ഹോസ്പിറ്റലിൽ കിട്ടില്ല. മാൻ പവർ ഷോർട്ടേജ് വലുതായിട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും നമുക്ക് 2 വേക്കൻസി ഫില്ലാവാനുണ്ട്. അതിനകത്ത് ഇനിയും ഒരു ഡോക്ടർ അങ്ങോട്ട് ട്രാൻസ്ഫർ ഓർഡർ ആയിരിക്കുകയാണ്. അദ്ദേഹത്തിനെ നമ്മൾ പിടിച്ചു നിർത്തിയിരിക്കുകയാണ്. പുതിയ ഡോക്ടർ വരുന്നതുവരെ അദ്ദേഹം പോകരുതെന്ന് എൻ്റെ അഭ്യർത്ഥനയെ മാനിച്ചാണ് അദ്ദേഹം നിൽക്കുന്നത്. മറ്റൊരു കാര്യം കൂടി വരുന്നത്, അതിനും താങ്കൾ ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ട് സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ പറയുകയാണ്. അതായത് കൂടുതൽ കുരുക്കിലേക്ക് താങ്കളെ നീക്കുകയാണെന്ന് സംശയിക്കുന്നുണ്ടോ? ഇല്ല, അങ്ങനൊന്നുമില്ല. ഇന്നലെ അതിനെപ്പറ്റി ചർച്ച ചെയ്തതാണ്. ഇന്നലെ തന്നെ അതിനെപ്പറ്റി കൂടുതൽ ഈ പ്രശ്നങ്ങളിലേക്കൊന്നും പോവില്ല എന്നാണ് ഉറപ്പ് തന്നതാണ്. ഇനി തിങ്കളാഴ്ച പോകുമ്പോഴേ നമ്മൾ ഇനി അന്വേഷണങ്ങളായിട്ടൊക്കെ സഹകരിക്കത്തു. തിങ്കളാഴ്ച പോകുന്നുള്ളൂ.
തിങ്കളാഴ്ച പോകും. താങ്ക് യു.